ഹലോ. അപ്പൊ ഞാനേ കുറച്ച് 2 ദിവസം മുൻപായിട്ട് Q&A ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്ര വലിയ വീഡിയോ അത്ര വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല. എന്നാലും വന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരുമ്പം ഷോർട്സിനേക്കാളും ലെങ്ത് കൂടും. അപ്പോ ഞാൻ വിചാരിച്ചത് ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന്. പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ആഴ്ചയിൽ ഒരു ലോങ് വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ട്. പക്ഷെ എനിക്ക് പറ്റാറില്ല എന്ന് പറഞ്ഞാൽ, ഒന്ന് എൻ്റെ മടിയാണ്, 2 സമയം ഉണ്ടാവാറില്ല, 3 എഡിറ്റ് ചെയ്യാനുള്ള മടിയാണ്. അപ്പം ഞാൻ മാക്സിമം ചെയ്യാം ലോങ് വീഡിയോസ് ഒക്കെ, കാരണം ലോങ് വീഡിയോസ് ചെയ്താലേ എനിക്ക് കാര്യമുള്ളൂ. അപ്പോൾ ഓക്കെ. അപ്പം ഞാൻ വിചാരിച്ചു Q&A വീഡിയോ കുറച്ച് ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ബിക്കോസ് മറ്റേ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പം കുറേ പാർട്ടായിട്ടൊക്കെ ഞാൻ ഇടേണ്ടി വരും. അപ്പം അതെനിക്ക് ഭയങ്കര ചടപ്പായിരിക്കും. സോ ഞാൻ വിചാരിച്ചു നമുക്ക് ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. സോ ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ. അപ്പോൾ എനിക്ക് അത്ര കണ്ടമാനം ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. വളരെ വിരലിൽ എണ്ണാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇൻസ്റ്റയിൽ വരുന്ന കുറച്ച് നോർമലി വരുന്ന കുറച്ച് മെസ്സേജസും അതുപോലെ യൂട്യൂബിൽ സാധാരണ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന കുറച്ച് കമന്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് മൊത്തത്തിൽ അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതൊക്കെ നമുക്ക് തമ്മിലിടാം. അയ്യോ സോറി. ഓക്കെ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാനായിട്ട്, എങ്ങനെയാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്, ആ ഒരു ഇന്റൻഷൻ, ആ ഒരു മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ. അപ്പൊ മോട്ടീവ് എന്ന് പറയാനായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് കാണാണ്ടിരിക്കുന്നത് ഞാൻ കറക്റ്റൊക്കെ ഇങ്ങനെ പകുതിക്കിട്ട് വെച്ചേക്കണം, ഒതുക്കാനുണ്ട്. അപ്പോ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്കങ്ങനെ മോട്ടീവായിട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ ഇഷ്ടമാണ്, ക്യാപ്ചർ ചെയ്യാൻ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. പക്ഷേ എനിക്കിങ്ങനെ മോണിറ്റൈസ്ഡ് ആവണം, പൈസ കിട്ടണം, അങ്ങനത്തെ ഒരു ഇന്റൻഷൻ അല്ല. കാരണം എനിക്കറിയാം അത് കുറേ നാൾ കഴിഞ്ഞിട്ടൊക്കെ എപ്പോഴെങ്കിലൊക്കെ നടക്കാൻ പോകുന്ന, ഓഫ് കോഴ്സ് നമുക്ക് ആഗ്രഹമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. പക്ഷെ എന്നാലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് 50K അടിക്കണം, 100K അടിക്കണം, അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഡെയിലി ഉള്ള ലൈഫിൽ ചെറിയൊരു കുറച്ച് സമയം അതിന് വേണ്ടി മാറ്റി വെച്ച് വീഡിയോസ് ഇടാം. കാരണം അല്ലെങ്കിൽ നമ്മളുണ്ടല്ലോ ഈ 9 to 5 ജോബ്, വീട്ടിലേക്ക് വരിക, ഉറങ്ങുക, തിരിച്ച് ഓഫീസിൽ പോവുക, വീട്ടിലേക്ക് വരിക, ഇത് തന്നെയാവും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ, ചിലർക്ക് ഇപ്പോൾ ബുക്ക് വായിക്കാനായിരിക്കും, ചിലർക്ക് വരയ്ക്കാനായിരിക്കും, ചിലർക്ക് പാട്ട്, ഡാൻസ്. അപ്പം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പോൾ അവനവൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടുവെച്ച് ആ ഒരു കുറച്ച് അവേഴ്സ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെ, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. പിന്നെ ക്യാമറ ഷൈ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു ഫസ്റ്റ്. അപ്പം ക്യാമറ ഷൈ, ഓൺ വോയിസ് പറയാനായിട്ട് ക്യാമറ ഷൈ എനിക്കിപ്പോഴും സ്റ്റില്ലുണ്ട്. പിന്നെ പബ്ലിക്കിന്റെ ഇടയിൽ ഇരുന്നിട്ട് എനിക്കിങ്ങനെ ഹലോ ഗായ്സ് വെൽക്കം, ആ സാധനമൊന്നും എനിക്ക് പറ്റില്ല. എനിക്കത് ഭയങ്കര, എനിക്കറിയില്ല, എനിക്കത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരില്ല. ഞാനിപ്പം മിണ്ടാണ്ട് നിങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കലാണ്. പുറത്ത് പോയിട്ട് എടുക്കണ വീഡിയോസിന് ഞാൻ ചെയ്യില്ല. അല്ലെങ്കിൽ അത്രയും എൻ്റെ 1-2 ഫ്രണ്ട്സ് കൂടെ ഉണ്ട്, വേറെ ആരും അങ്ങനെ ഇല്ല. പബ്ലിക്കിൻ്റെ ഇടയിൽ അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് മിണ്ടാണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കും. പക്ഷെ അങ്ങനെ ആ ഓൺ വോയിസ് അപ്പം തന്നെ ഇട്ടിട്ടുള്ള വ്ളോഗിങ് എനിക്ക് പറ്റില്ല. വീട്ടിലൊക്കെ ഇരുന്നിട്ടാണെങ്കിൽ കുഴപ്പമില്ല, കാരണം എൻ്റെ ചില എല്ലാവരും കേൾക്കണമല്ലോ ഡെയിലി. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലേക്ക് വന്നത്. ഞാൻ ആക്ച്വലി ഒരു 2023 or 4 മുതലൊക്കെ വീഡിയോസൊക്കെ ചെയ്യലുണ്ട്. ട്രാൻസിഷൻസ് ഒക്കെ എനിക്കിഷ്ടം, ട്രാൻസിഷൻസ് ഒക്കെ ചെയ്യാനായിട്ട്. എനിക്ക് മോർ ദാൻ ലിപ്സിങ് വീഡിയോസിനേക്കാളൊക്കെ ട്രാൻസിഷൻ വീഡിയോസ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. സോ കുറച്ച് അങ്ങനെ നമുക്കിങ്ങനെ കുറേ പേരെ വീഡിയോസ് ഒക്കെ നമുക്കത് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ ഇപ്പോൾ ട്രാൻസിഷൻ വീഡിയോസ് ചെയ്യാൻ എനിക്കൊരു
ഉൾവിളി വരാത്ത എന്താ വെച്ചാൽ ട്രാൻസിഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ മെയിൻ ഒരു സാധനം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ഹെയർ ആണ്. കാരണം നമ്മളിങ്ങനെ കറങ്ങുന്നു, ഇങ്ങനെ 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 ഓരോന്ന് കാണിക്കൂലേ, അപ്പോൾ ഹെയർ ആണ് കുറച്ചുകൂടെ ട്രാൻസിഷൻ. അങ്ങനെ തിരിയണ സമയത്തൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ സ്ലോ മോഷനൊക്കെ ആക്കുമ്പം ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ എൻ്റെ ഹെയർ അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ ഏതൊരു വീഡിയോയിൽ ഞാനിങ്ങനെ റാൻഡംലി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ട്രീറ്റഡ് ഹെയർ ആണ്, അപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് സമയമായിട്ടുണ്ട് പോകണം, അപ്പോൾ ഇന്ത് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാനോപ്ലാസ്റ്റി ആണ് ഞാൻ 3 വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ചെയ്തിട്ട് അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വലുതായിട്ട് അങ്ങനെ കുറേ പേരൊക്കെ വീഡിയോ ചെയ്യണേ മുടി പോയി എന്നൊക്കെ, അപ്പം എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അത് ചെയ്യണമെന്നാണ് എനിക്കിഷ്ടം. കാരണം കുറച്ചുകൂടെ ഭംഗി അപ്പോഴാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ നോർമൽ ഹെയറിനേക്കാളും. അപ്പോൾ ഈ ട്രാൻസിഷൻ വീഡിയോസ് ഇപ്പോൾ എടുക്കാൻ എനിക്കിപ്പോൾ കുറച്ചും കൂടെ മടിയായിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഹെയർ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ പട്ടിഷൊന്നും കാണിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പോകണം മുടിയാണ്. അപ്പോൾ അടുത്തൊരു ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കൂടുതൽ ഈ ട്രാൻസിഷൻ വീഡിയോസൊക്കെ നമുക്ക് സെറ്റ് ആക്കണം. ഫ്രണ്ടിലൊക്കെ കുറച്ചൊന്ന് വെട്ടിയൊക്കെ ഇട്ടിട്ട്, ഇപ്പം തന്നെ വെട്ടിയിട്ടിട്ട് ഇത്രയായി. ഞാൻ ബാങ്ക്സ് വെട്ടിയിട്ടതല്ല, കുറച്ചെന്നെ ബേബി ഹെയർസ് വലുതായതാ. പിന്നെ ഇങ്ങനെ മുമ്പെപ്പോഴോ വെട്ടിയിട്ടതൊക്കെ ഇങ്ങനെ ബാങ്ക്സ് പോലൊക്കെ ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ. ട്രാൻസിഷൻ വീഡിയോസ് ആണ് കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യണേ. പിന്നെ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒബ്വിയസ്ലി എനിക്ക് 2-3 വട്ടം ചോദിച്ചിട്ടുണ്ട്, കമ്മിറ്റഡ് ആണോ, ലവ് ഉണ്ടോ, കമ്മിറ്റഡ് ആണോ. നമുക്കത് പിന്നെ എപ്പോഴും സംസാരിക്കാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാന്. ഓക്കെ, നമുക്കപ്പോൾ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാം. നമുക്ക് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് പറയാം, അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ എന്താണെന്നുള്ളത്. പിന്നെ എനിക്ക് എത്ര ഏജ് ആയെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഈ വരുന്ന November 22 ഡേറ്റ് ഓർമ്മ വെച്ചോ. ഗിഫ്റ്റൊക്കെ കൊറിയർ അയക്കണമുള്ളവർക്ക് ഡേറ്റ് November 22. അഡ്രസ്സ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് വേണമെങ്കിൽ പറഞ്ഞുതരാം, വെറുതെ ചുമ്മാ. അപ്പം ഈ വരുന്ന നവംബറിലേക്ക് എനിക്ക് 26 വയസ്സ്. 26 വയസ്സാവും. എനിക്ക് ഏജ് പറയാൻ ഭയങ്കര സിമ്പിളാണ്. കാരണം ഞാൻ 2000-ലാണ് ജനിച്ചേക്കണേ. അപ്പോൾ ഓരോ വർഷത്തിലൊക്കെ 2026 ആണെന്നുണ്ടെങ്കിൽ എനിക്ക് 26 വയസ്സ്, 27 ആകുമ്പോൾ എനിക്ക് 27 വയസ്സ്, 28 ആകുമ്പോൾ 28 വയസ്സ്. അപ്പം എനിക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. 2000-ൽ ജനിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തമ്പിട്. ഓക്കെ, അപ്പം എനിക്ക് 26 വയസ്സ് ആവാൻ പോകുന്നുണ്ട്. ഇപ്പം കറൻറ്റ്ലി റണ്ണിങ് 25. പിന്നെ എന്ത് ജോലിയാണ് ഇതൊക്കെ ഓൾറെഡി ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു പുതിയ ആൾക്കാർ കാണുമ്പം അറിയാത്തതായിരിക്കാം. ഞാൻ ഒരു സോഷ്യൽ മീഡിയ മാനേജറായിട്ടാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. പ്ലസ് ചെറിയ ഡോക്യുമെന്റേഷൻ വർക്കും കൂടെ അതിനിടയിൽ. ഡോക്യുമെന്റേഷൻ ഒന്നല്ല, ജസ്റ്റ് ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ ചെയ്യണ്ട്, എനിക്കറിയില്ല. അപ്പം അങ്ങനെ. പിന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്, എഡിറ്റ് ചെയ്യണ ആപ്പ് ഏതാണെന്നുള്ളത്. എഡിറ്റ് ചെയ്യണ ആപ്പ് ഞാൻ 2 ആപ്പാണ് ഇപ്പം യൂസ് ചെയ്യണേ. ഒന്ന് CapCut, അതായത് എനിക്ക് നല്ല ട്രാൻസിഷൻസ് ഒക്കെ നല്ലപോലെ ചെയ്യണം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കുറേ എഡിറ്റൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ഐ വിൽ ചൂസ് CapCut. പക്ഷേ അത് VPN എടുത്തിട്ട് ചില സമയത്ത് VPN കണക്ട് ചെയ്യാൻ നല്ല ഇഷ്യൂസ് വരാറുണ്ട് ചില സമയത്ത്. കാരണം ഞാൻ യൂസ് ചെയ്യണത് VPN ഏതാണെന്ന് മറന്നുപോയി. ഓക്കെ, അപ്പം ഞാൻ യൂസ് ചെയ്യണ VPN നമ്മളിപ്പോൾ അറിയാണ്ട് നമ്മുടെ ഓഫായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓണാക്കുമ്പം 24 minutes ഒക്കെ റെസ്ട്രിക്ഷൻ കിട്ടും. പിന്നെ നമ്മൾ വീണ്ടും ഇടുമ്പോൾ പിന്നെ നെറ്റ് കിട്ടില്ല. അപ്പം അകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഇങ്ങനെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് CapCut എന്ന് പറയുന്ന ഒരു ആപ്പ് എനിക്ക് ഇൻ ബിറ്റ്വീൻ വന്ന് ഏതൊരു ചേട്ടൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതെന്ന് പറയുമ്പം ഈ CapCutലുള്ള ഓൾമോസ്റ്റ് എല്ലാം അതിലുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. ഒരു 90% എഫക്ട്സ് കാര്യങ്ങളെല്ലാം അതിലുണ്ട്. ഫ്രീ ആണ്, നമുക്ക് നെറ്റ് മാത്രം മതി, VPN ആവശ്യമൊന്നുമില്ല. അതെനിക്ക് തോന്നുന്ന പക്ഷെ ലാംഗ്വേജ് ഇംഗ്ലീഷ്
കുറച്ച് ഇപ്പൊ SFX സൗണ്ട് ഒക്കെ ആഡ് ചെയ്യണ സമയത്ത് നമുക്ക് ഇപ്പൊ CapCutലാണെങ്കിൽ സെർച്ച് ഇപ്പൊ ലോഫിംഗ് പറഞ്ഞാൽ ലോഫിംഗിന്റെ SFX സൗണ്ട്സ് കുറച്ചധികം വരും. അപ്പൊ നമുക്ക് ഇതില് പക്ഷെ അങ്ങനെ വരില്ല. കുറച്ച് ഇതുണ്ട്. CapCut ക്വൈക്കട്ട് അങ്ങനെ കമ്പയർ ചെയ്യുമ്പം ഒബ്വിയസ്ലി നല്ലത് CapCut ആണ്. പക്ഷെ ഇപ്പൊ ഒരു ഗോ ഫോർ എഡിറ്റ് ആണെന്നുണ്ട്, ജസ്റ്റ് നമുക്ക് 1-2 വീഡിയോസ് അങ്ങനെ ക്ലബ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ക്യാപ്ഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്വൈക്കട്ട് ഈസ് നല്ലൊരു ഓപ്ഷൻ. കാരണം നമുക്ക് VPNന്റെ ആവശ്യമില്ല, ജസ്റ്റ് നെറ്റ് മാത്രം മതി. പിന്നെ ക്വൈക്കട്ട് ഞാൻ യൂസ് ചെയ്യണത് എൻ്റെ iOS-ലാണ്. ആൻഡ്രോയിഡിൽ നിന്ന് കിട്ടുമോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. എന്താ തോന്നുന്നത്, പ്ലേ സ്റ്റോറിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ അതിൽ നോക്കിയിട്ട് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഷെയർ ചെയ്യാം. സോ ആ 2 ആപ്പിലാണ് ഞാൻ എഡിറ്റിങ്. പിന്നെ എഡിറ്റിങ് എങ്ങനെയാണ് പഠിച്ചേ എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വലിയ പഠിച്ചിട്ടൊന്നുമില്ല, വലുതായിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യാനും എനിക്കറിയില്ല. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആൻഡ്രോയിഡിലുള്ള സമയത്ത് ഞാൻ കിടന്ന് എഡിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഐഫോണിൽ ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നത് കൊണ്ട് തന്നെ പിന്നെ ഈ ഐഫോണിലെടുത്ത വീഡിയോസ് ആൻഡ്രോയിഡിലേക്ക് സെൻഡ് ചെയ്തിട്ട് അതിലിട്ട് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഇഷ്യൂ വരും. അപ്പോൾ നല്ല വീഡിയോ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഐഫോണിൽ തന്നെ ഞാൻ എഡിറ്റ് ചെയ്യുക. കുറെ നേരം എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ ഹീറ്റ് ആവും. സോ ഞാൻ മിനിമൽ എഡിറ്റിംഗാണ് ഇപ്പൊ ചെയ്യണേ. വലുതായിട്ട് എഡിറ്റിങ്ങിലേക്ക് ഞാൻ അങ്ങനെ പണ്ടൊക്കെ നല്ലപോലെ ഇടയിൽ ഇങ്ങനെ ട്രോൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടൊക്കെ എഡിറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പൊ അതൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ ആൻഡ്രോയിഡ് എല്ലാം ഗോ സ്ട്രൈറ്റ് ആണ്. നമുക്ക് വേണം ഓക്കെ, നമുക്ക് വീഡിയോ യൂട്യൂബിൽ പോകുന്നു, വീഡിയോ ഡൗൺലോഡ് മറ്റേ വീട്ടിലേക്ക് ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഡൗൺലോഡ് ചെയ്യുന്നു. ഇതെന്ന് പറഞ്ഞാൽ അതിനുള്ള ആപ്പുകളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ മെനക്കെടാണ് സംഭവം. ഇതിങ്ങനെ വളഞ്ഞൊക്കെ പോകണം കുറച്ച് iOS-ല്. അതിൻ്റെ ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിന്നെ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഏത് ഫോണാണ് യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നത്. ഏത് ഫോണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം റീസെൻ്റ്ലി വീഡിയോ എടുക്കുന്ന ഫോൺ എന്ന് പറയുന്നത് iPhone 17 ആണ്. 17 ലാവൻഡർ കളറാണ് ഞാൻ മേടിച്ചത്, എനിക്കിഷ്ടമായ കളർ. പിന്നെ എൻ്റെ കയ്യിൽ മുൻപുണ്ടായിരുന്നത് ഒരു പോക്കോയുടെ ഫോണാണ്. അതിപ്പോഴും നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ. എനിക്കിഷ്ടമാണ് ആ ഫോൺ, നല്ലൊരു ഫോണാണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ പൈസക്ക് ഞാൻ മേടിച്ച ഫോണാണ്. വെച്ചാൽ എനിക്കെന്തോ സ്കോളർഷിപ്പ് എന്തോ പൈസ എമൗണ്ട് പഠിക്കണ സമയത്ത് കിട്ടിയ പിന്നെ അതിൽ നിന്ന് മേടിച്ച ഒരു ഫോണാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് അതിനോടൊരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഈ ഫോൺ മേടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിലെ ആർക്കെങ്കിലും അത് യൂസ് ചെയ്യാൻ കൊടുക്കാമെന്ന്. പക്ഷെ എനിക്ക് എന്തോ കൊടുക്കാൻ തോന്നിയില്ല. അത് എന്തോ ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉള്ളൊരു ഫോണാണ്. ഞാനായി സ്വന്തമായിട്ട് മേടിച്ചതുകൊണ്ട്. അതിന് പ്രീവിയസ് ഫോണൊക്കെ എനിക്ക് എൻ്റെ അമ്മാമ്മ ഞാൻ 10th പ്ലസ് ടു പാസ്സായപ്പോഴാണ് എനിക്ക് മേടിച്ചു തന്ന ഫോണാണ്. അപ്പോൾ അത് പിന്നെ നാശമായി. ഇത് ഞാൻ സ്വന്തമായിട്ട് മേടിച്ചോണ്ട് എനിക്ക് അതിനോടൊരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഞാനത് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഫോണും സ്വന്തമായിട്ട് മേടിച്ചതാ. പിന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് വീഡിയോസിൽ ഏതൊരു കൊച്ചു എൻ്റെ പേര് പറയൂ ചേച്ചി ചോദിച്ചു. ഹന്ന എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ കൊച്ചു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹലോ ഹന്ന. എല്ലാവരും ഇങ്ങനെ നെയിം മീറ്റിംഗ് അത് പിന്നെ പേര് പറയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. ഏതോ ഒരു കമന്റിൽ കഴിഞ്ഞ മന്ത് 13th ബർത്ത്ഡേ ഉള്ളൊരു ഉണ്ണി മീൻസ് ചെറിയ കൊച്ച്, നമ്മളുടെ തൃശ്ശൂരിൽ ഉണ്ണി എന്നാണ് പറയാ ചെറിയ മക്കളെ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യും. എനിക്കത് ഞാൻ ഓർത്ത് വെച്ചിരുന്നു കുട്ടി കമന്റ് ചെയ്യാമെന്ന്. പക്ഷെ മറന്നുപോയി ഞാൻ. അത് പർപ്പസ്ഫുള്ളി മറക്കണതല്ല, അത് കാണാണ്ട് പോണതല്ല. ആക്സിഡന്റിൽ അത് മൈൻഡിൽ നിന്ന് പോയി. ഞാനത് വിഷയമാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അപ്പോൾ ഈ ഹന്ന എന്ന് പറയുന്ന കൊച്ച് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ. ഇതിനിടയിൽ ഓർമ്മ വന്നപ്പോൾ ഞാനത് പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ത് ഡിഗ്രിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എവിടെ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞത്. അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അപ്പം ഡിഗ്രി ഞാൻ തൃശ്ശൂരുള്ള സെയിൻറ്റ് അലോഷ്യസ് കോളേജ് എൽത്തുരുത്ത് എന്ന് പറയുന്ന കോളേജിലാണ് ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. BA ഇംഗ്ലീഷ് ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അത് കിട്ടിയപ്പോൾ എടുത്തു പോയി. പിന്നെ കമ്പാരിറ്റീവ്ലി പാസ്സാവാൻ പറ്റിയൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതെടുത്ത്. പിന്നെ ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടൊക്കെ സ്ട്രീമൊക്കെ നോക്കി, പക്ഷെ എനിക്ക് അഡ്മിഷൻ തന്നില്ല. അപ്പം ഇതിലാണ് കിട്ടിയത്. അപ്പം ഞാൻ അതിന് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ തൃശ്ശൂർ
ഗവൺമെൻറ് കോളേജ് കുട്ടരല്ലൂരിലാണ് ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും MA ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറാണ്. അപ്പം ഇതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു രണ്ട് മാസം എന്തോ ഞാൻ വീട്ടിലിരുന്നു. 3ാമത്തെ മാസം എന്തോ എനിക്ക് ജോലി ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്ത ജോലി കിട്ടി. ഞാൻ വർക്ക് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം 2 year ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എവിടെയാണ് വീടെന്ന് ചോദിച്ചു. വീട് എൻ്റെ തൃശ്ശൂരാണ്. തൃശ്ശൂർ മണ്ണുത്തി കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളിലോട്ട് പോരുമ്പോൾ മണ്ണുത്തിയാണ് നമ്മുടെ ഹോം സിറ്റി എന്ന് പറയുന്നത്. തൃശ്ശൂരാണ് വീട് വരുന്നത്. പിന്നെ എന്താ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡൊക്കെ ഇടയിലൊക്കെ ചോദിക്കലുണ്ട്. ഞാൻ ഓൾറെഡി അത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ അത് എപ്പോഴെപ്പോഴും അത് വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അവരുടെ അടുത്തൊക്കെ ഞാനിങ്ങനെ കമന്റിൽ പറയണേ. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടാൽ മതി എന്ന് ഞാൻ പറയാറുണ്ട്. ഉറക്കം വന്ന് തുടങ്ങി. മാരേജ് ഇപ്പോഴത്തെ ഒരു ഇതിൽ എനിക്ക് മാരേജിന്റെ ഒരു പ്ലാൻ ഇല്ല. കാരണം നമ്മളെപ്പോഴും ലൈഫ് ഇത്ര വയസ്സായല്ലോ, അയ്യോ കല്യാണം കഴിക്കണ്ടേ, ആ ഒരു മെന്റാലിറ്റിയിലല്ലല്ലോ നമ്മൾ ഒരു മാരേജിന് അപ്രോച്ച് ചെയ്യണ്ടേ. അതിനുള്ളൊരു മെന്റാലിറ്റി എനിക്ക് ആയിട്ടില്ല. സ്വപ്നം എനിക്ക് ആയിട്ടില്ല. പിന്നെ മാരേജ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി ഇല്ലാണ്ട് ഇപ്പം നമുക്ക് അറിയില്ല ഇപ്പോൾ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് ആ ഒരു ലൈഫ് പോവാന്നുള്ളത്. സോ നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിലൊരു ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എല്ലാ ഡിസിഷൻസും എടുക്കാൻ, നമുക്ക് ഇപ്പം പല സിറ്റുവേഷനിലും പല ഡിസിഷൻസ് എടുക്കാനായിട്ട് നമുക്ക് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു. ഓക്കെ, ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചാനൽ സൈഡിൽ കൂടെ നല്ല രീതിക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. ഡെയിലി ഒരു ഷോർട്സ് ഇടണം, വീക്കിലി ഒരു ലോങ് വീഡിയോ ഇടണം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ യൂട്യൂബ് പിന്നെ വേറൊരു തമാശയല്ല, അറിയാത്തോണ്ടായിരിക്കും, 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് സ്റ്റോറി ഇട്ട സമയത്ത് എന്നോട് ചോദിച്ചായിരുന്നു, ഇനിയിപ്പോൾ പൈസയൊക്കെ കിട്ടി തുടങ്ങുമല്ലേ, നീ വലിയ ആളായല്ലേ. സത്യം പറയാലോ, ഞാനത് ഷോർട്സിലും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാന്ന് പറയുന്നത് നമ്മൾ ഇന്ന് തുടങ്ങുന്ന ആളാണ്, നമുക്ക് പൈസ കിട്ടില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് മോണിറ്റൈസേഷൻ്റെ ഒരു സ്റ്റെപ്പ് മാത്രം. രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ട്, അതൊരു 1.5 സ്റ്റെപ്പാണ്. അവിടേക്ക് എത്തണമെങ്കിൽ കുറേ ടൈം എടുക്കും. എനിക്കൊക്കെ കുറേ ടൈം എടുക്കും. കാരണം ഞാനൊരു ന്യൂ ഫേസ് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. സോ ഞാൻ ബിൽഡ് ചെയ്ത് വരാനായിട്ട് നല്ല ടൈം എടുക്കും. അപ്പോൾ ആ ഒരു കാറ്റഗറി കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നമ്മൾ വേറൊരു ജേർണി കംപ്ലീറ്റ് ചെയ്യണം. എന്നാലൊക്കെയാണ്, അല്ലാണ്ട് എനിക്കങ്ങനെ ഇൻകൊന്നും കിട്ടി തുടങ്ങുക അങ്ങനെയൊന്നും ഇല്ല. പിന്നെ പ്രൊമോഷൻസ് അങ്ങനെ കാര്യങ്ങൾ ലൈക്ക് ഞാനങ്ങനെ ആക്റ്റീവായിട്ട് ചെയ്യുന്നില്ലല്ലോ. ഞാനങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് റിവ്യൂസോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ചെയ്താലൊക്കെയാണ് തോന്നുന്നത് കൂടുതലായിട്ട് അങ്ങനെയൊക്കെ വരുള്ളൂ. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. കാരണം ഞാൻ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു 6 or 7 അടുത്ത് സമയമുണ്ടാവും. അപ്പം അന്ന് ടയർഡായിട്ട് കഴിഞ്ഞിട്ട് ഫ്രഷായി കഴിച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെയും രണ്ടാമത് റെഡി വിത്ത് മേക്കപ്പ് എടുക്കുമ്പോൾ വീണ്ടും ഈ മേക്കപ്പ് ഒക്കെ ഇടണം. സത്യം പറയാൻ വെച്ചാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. ഇപ്പം ചിലവർ പറയുന്നു, നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്ത് എന്തെങ്കിലും കാണിച്ച് എഡിറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ വ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും. പക്ഷേ അതിൻ്റെ ബിഹൈൻഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരാളൊരു പേപ്പർ എടുത്ത് ഒരു പടം വരയ്ക്കണ എഫേർട്ട്, അതൊരു എഫേർട്ട് ഉണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു സോങ് എടുത്ത് ഒരാളൊരു പേപ്പർ എടുത്ത് വരച്ച ഒരു ചിത്രം കംപ്ലീറ്റ് ചെയ്യുന്നതും, ഒരു ഡാൻസ് കളിക്കുന്ന ഒരാൾ ഒരു സോങ് സെലക്ട് ചെയ്തിട്ട് ആ ഒരു സോങ് ഫുൾ കൊറിയോഗ്രാഫി ചെയ്ത് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന എഫേർട്ടും എല്ലാം ഭയങ്കര എഫേർട്ടാണ്. അപ്പോൾ നമുക്ക് എന്താ വിചാരിക്കുക, ഡാൻസ് ഒരു ചിത്രം കാണിക്കുമ്പോൾ അത് ഭയങ്കര സിമ്പിളല്ലേ, ഡാൻസ് കാണുമ്പോൾ ഡാൻസ് ഭയങ്കര സിമ്പിളല്ലേ. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ എന്ത് എടുത്താലും അതിൻ്റെ പിന്നിൽ ഇപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എഫേർട്ട് ഈസ് എഫേർട്ട്. അപ്പോൾ അത് ഭയങ്കര സീനാവും. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ അങ്ങനെ കോമൺ കേൾക്കുന്ന സാധനമാണ്. ഇപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് എന്തൊക്കെ കാണിച്ചാലും വ്യൂസ് ഉണ്ടല്ലോ, ഇതുണ്ടല്ലോ. ഡൂഡ്, സ്വന്തമായിട്ട് അത് ചെയ്തിട്ട് കാണിച്ചിട്ട് വേറെ ഒരാളെ കുറ്റം പറയാം. ഓക്കെ, ലൈക്ക് അത് ഭയങ്കര എളുപ്പമുള്ള കാര്യമില്ല. അപ്പം അത്രയും ഇപ്പം നമ്മളിപ്പോൾ അവിടെ വർക്ക് എന്ന് പറയുമ്പോൾ അവിടെ പോയിട്ട് ഇപ്പോൾ പിന്നെ പറയുന്നൊരു കമൻറ്റാണ് ലൈക്ക്, ഓക്കെ നിനക്കിപ്പോൾ അവിടെ പോയിട്ട് വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, ലൈക്ക് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരിക്കുക, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ സ്ട്രെസ് എന്നൊക്കെ. ഞാൻ റാൻഡംലി ഒരാളടുത്ത് ഭയങ്കര ഷെയർ ചെയ്തൊരു കാര്യമാണ്, ഭയങ്കര സ്ട്രെസ് വരുന്നുണ്ട്, വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, എഡിറ്റ് ചെയ്യാൻ ഭയങ്കര
സീൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം അതിനിപ്പോൾ എന്താ നിങ്ങൾക്ക് ഓഫീസിൽ പുറത്തിരിക്കില്ലേ വേണ്ടോ മൈസൊക്കെ ഇട്ടിരിക്കുന്ന സുഖമായിട്ടൊക്കെ ഇരിക്കുക, മെന്റലി എത്ര വലിയ ഇതൊന്നും ഇല്ലല്ലോ, വീട്ടിൽ വരെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുക, എന്തൊരു സിമ്പിളായിട്ടത് ഒരു 5 മിനിറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ അപ്പം മനസ്സിലാക്കി ഓക്കെ ഞാൻ ആ പ്രോബ്ലം ഷെയർ ചെയ്തത് ഒരു റോങ് പേഴ്സണോടായിപ്പോയി എന്നുള്ളത്. സോ എഫേർട്ട് ഈസ് എഫേർട്ട്, അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും ഭയങ്കര എഫേർട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് Q&Aയിൽ ഞാൻ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനൊരു റൂം മേക്ക് ഓവർ വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് കുറേ നാളായി. മേക്ക് ഓവർ കഴിഞ്ഞിട്ടിപ്പം റൂമൊക്കെ ഇതായി. സോ ഞാൻ കളറ് ഞാൻ ഫിക്സ് ചെയ്തിട്ടു, ഞാൻ ലെവൻഡർ കട്ടനൊക്കെ കിട്ടി, ലെവൻഡർ. അപ്പോൾ ലെവൻഡറാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനിയിപ്പോൾ സൺഡേ ചെയ്യാമെന്ന് വിചാരിക്കണം. നമുക്ക് സൺഡേ നോക്കാം. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐബ്രോ എങ്ങനെയാണ് സെറ്റാക്കണം എന്നുള്ളത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, ഞാനൊരു 2 മിനിറ്റിൽ ചെയ്യും. അപ്പോൾ ഞാനതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സ് ഒക്കെ. പിന്നെ ഈ വീഡിയോ ഫുൾ ആരൊക്കെ കാണുമെന്നും എനിക്കറിയില്ല. കാണുന്നവർ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുക. ഇപ്പോൾ നിങ്ങൾക്കും കോണ്ടന്റ് ക്രിയേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ എനിക്കൊരു പോയിന്റിൽ അവരൊക്കെ എന്താ വിചാരിക്കുക, സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല എന്നല്ല, അതിപ്പോഴും ഉണ്ട്. പക്ഷെ അതിൻ്റെ തോത് അളവിത്തിരി കുറഞ്ഞിട്ടുണ്ട് ആ ഒരു തോട്ടിൻ്റെ. കാരണം അവരാരും എനിക്കൊന്നും ചിലവിനൊന്നും കൊണ്ടു തരുന്നില്ലല്ലോ. ഞാൻ അവരെ പറ്റി ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ അതാവണേ. എനിക്ക് ദേവിക, യു ഡു വാട്ട് യു വാട്ട്, ആ ഒരു സാധനം ഉണ്ടായാൽ മതി മനസ്സിൽ. അത്രേ ഉള്ളൂ. ബൈ. പിന്നെ ഇനി ഞാൻ കുറച്ച് ട്രാൻസിഷൻ വീഡിയോസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ സോങ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ.